വിശന്നപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഡിന്നർ ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, പകുതി തക്കാളി, ഒരു ക്യാരറ്റും എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ശേഷം 2-3 ചപ്പാത്തി ചുട്ടെടുത്ത് അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. അതായത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മളൊരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ടയൊന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ സാധാരണ മയോണൈസ് അല്ല ചേർത്ത് കൊടുക്കുന്നത്, കെച്ചപ്പ് മയോണൈസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മയോണൈസ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്യാസ് ഓഫാക്കിയ ശേഷം ചപ്പാത്തി ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ ചുട്ടെടുത്ത ചപ്പാത്തിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ചപ്പാത്തിയും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കുറച്ചും കൂടി കെച്ചപ്പ് ഞാൻ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം നല്ല ടേസ്റ്റാണ്. പിന്നെ ഹെൽത്തി ആയിട്ട് നോക്കുന്നവർ ഈ കെച്ചപ്പും മയോണൈസും എല്ലാം ഒഴിവാക്കി പകരം ഹെൽത്തി മയോണൈസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്